മനുഷ്യന്മാരാണ്. ഇൻസാൻ എന്നാണ് അറബിയിൽ മനുഷ്യനെ പറയും. അത് നിസ്യാനിൽ നിന്ന് പിടിച്ചതാണ്. സ്വാഭാവികമായിട്ടും മനുഷ്യന്മാർക്ക് മറവി ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. നിസ്കാരങ്ങളിൽ എന്തെങ്കിലും മറവി പറ്റിയാൽ എന്ത് ചെയ്യണം? ഫുഖഹാക്കൾ പഠിപ്പിക്കുന്നുണ്ട്. അതിനു വേണ്ടി അല്ലാഹു തആല നമുക്ക് നൽകിയ ഒരു സംവിധാനമാണ് സഹ്വിന്റെ സുജൂദ് എന്ന് പറയുന്നത്. നിസ്കാരത്തിൽ അദ്ഹ സുന്നത്ത്, ഹയാത്ത് സുന്നത്ത് എന്ന രണ്ട് തരത്തിലുള്ള സുന്നത്തുണ്ട്. എന്നുവെച്ചാൽ സുബ്ഹിയുടെ ഖുനൂത്തിൽ ചൊല്ലുന്ന സ്വലാത്ത്, അതിനു വേണ്ടിയുള്ള നൃത്തം. ഒന്നാമത്തെ അത്തഹിയ്യാത്ത്, അതിലുള്ള സ്വലാത്ത്, അതിനു വേണ്ടിയിട്ടുള്ള യുദ്ധം. അവസാനത്തെ അത്തഹിയ്യാത്തിൽ മുത്തുനബിന്റെ ആലിന്റെ മേലിൽ ചൊല്ലുന്ന സ്വലാത്ത്. ഈ സുന്നത്തുകൾക്കാണ് അബ്വാദ് സുന്നത്ത് എന്ന് പറയുന്നത്. ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാൾക്ക് മറന്നുപോയി എന്നിരിക്കലും അത് മനഃപൂർവ്വം ഒഴിവാക്കിയാൽ പോലും അവസാനം സലാം വീട്ടുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് രണ്ട് സുജൂദുകൾ ചെയ്യപ്പെടുന്നത് പരിഹരിക്കപ്പെടും. ആ സഹുവിന്റെ സുജൂദ് എന്ന് പറഞ്ഞ സുന്നത്തായ ഒരു കർമ്മമാണ്. ഒരാൾ അതും മറന്നു നോക്കിക്കോളി. എന്നാലും നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ലെങ്കിലും സുന്നത്ത് ഒഴിവാക്കിയത് എന്ന കുഴപ്പം പറ്റി എന്നല്ലാതെ നിസ്കാരത്തിന്റെ സിഹത്തിന് അത് ബാധിക്കില്ല. അല്ലെങ്കിൽ ഫർള് ആയ ഒരു കാര്യം ഒരാൾ മറന്നുകൊണ്ട് അധികരിപ്പിച്ചു എങ്കിലും സഹുവിന്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കും. ഇമാമിന് എന്തെങ്കിലും മറവി പറ്റിയെന്നുണ്ട്, മാമൂമിങ്ങൾക്ക് മറവി പറ്റിയിട്ടില്ല, ഇമാമിന് മറവി പറ്റി എങ്കിൽ ഇമാമ് സഹുവിന്റെ സുജൂദ് ചെയ്യുമ്പോൾ മാമൂമികളും കൂടെ സഹുവിന്റെ സുജൂദ് ചെയ്യണം. അതിനിപ്പോ ആ സഹുവിന്റെ സുജൂദിന് ആവശ്യമായ മറവി സംഭവിച്ച സമയത്ത് ഇയാളോടെ ഇല്ലായിരുന്നു, ഇയാൾ മസ്ബൂക്കായിട്ട് ചേർന്നതാണെങ്കിൽ പോലും അയാൾ സഹുവിന്റെ സുജൂദിൽ പങ്കെടുക്കണം. അത് നിർബന്ധമാണ്. അല്ലെങ്കിൽ മാമൂമിന്റെ നിസ്കാരം ബാത്തിലായി പോകും. അതിൽ പങ്കെടുക്കൽ നിർബന്ധം. ഇമാമ് സഹുവിന്റെ സുജൂദ് ഒഴിവാക്കി നോക്കുക. നേരത്തെ പറഞ്ഞല്ലോ, സഹുവിന്റെ സുജൂദ് ഒഴിവാക്കിയാലും നിസ്കാരത്തിന്റെ സിഹത്തിനെ ബാധിക്കൂല. ഇമാം ഒഴിവാക്കി എന്നാൽ ഇമാമ് അതും മറന്നു എങ്കിൽ സലാം വീട്ടുന്നതിന്റെ മാമൂമിങ്ങൾക്ക് സഹുവിന്റെ സുജൂദ് സുന്നത്താണ്. അവർക്ക് ചെയ്യൽ സുന്നത്താണ്, നിർബന്ധമില്ല, സുന്നത്ത്. മാമൂമിങ്ങൾക്ക് ചെയ്യാം. ഈ സഹുവിന്റെ സുജൂദ് എന്ന സംവിധാനം അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. അള്ളാഹു തആല ഖൈർ പഠിക്കാൻ